ഏത് കാലാവസ്ഥയായാലും നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതാണ് എല്ലായ്പ്പോഴും നല്ലത്. നല്ല ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നല്ല ചൂടത്തു നിന്ന് കയറി വരുമ്പോഴൊക്കെ നമ്മൾ കുടിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് തണുത്ത വെള്ളമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് തണുത്ത വെള്ളം കുടിക്കാതെ ഇളം ചൂടുള്ള വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരാൾക്ക് ചൂടുവെള്ളം കൊടുത്താൽ അത് അയാളുടെ ടെൻഷൻ കുറയ്ക്കുകയും മനസ്സ് ശാന്തമാക്കുകയൊക്കെ ചെയ്യും. അതേപോലെ തന്നെയാണ് വെയിലത്ത് നിന്നും വരുന്ന ഒരാൾക്ക് മധുരമുള്ളതോ അല്ലെങ്കിൽ തണുത്തതോ ആയിട്ടുള്ളത് കൊടുക്കുന്നതിന് പകരം ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നത്. നമ്മൾ വീട്ടിൽ വെള്ളം തിളപ്പിക്കാനായിട്ട്, അതായത് കുടിക്കാനായിട്ട് തിളപ്പിക്കാനെടുക്കുമ്പോൾ നമ്മൾ വെറുതെ വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കാം. അതല്ലെങ്കിൽ അതിനകത്തിലേക്ക് എന്തെങ്കിലും ചേർത്തും കൂടി നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിന് ഉപകാരപ്പെടുന്നതും വീട്ടിലെന്നും തിളപ്പിച്ച് കുടിക്കാനായിട്ട് സാധിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത്തരത്തിലൊന്നാണ് ജാതിക്ക വെള്ളം. നിരവധി ഔഷധ ഗുണങ്ങളുള്ള ഒരു സുഗന്ധവ്യഞ്ജനമാണ് ജാതിക്ക. ജാതിക്കയുടെ കുരുവും തൊണ്ടും ഇലയും എല്ലാം നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാം. ജാതിക്കയുടെ തൊണ്ടിൽ ഉപ്പിട്ട് വെച്ച് കഴിക്കുന്നതും അച്ചാറിടുന്നതും എല്ലാം നമുക്ക് മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ജാതിക്ക ഇട്ട് തിളപ്പിക്കുന്ന വെള്ളവും. ചിലർ കുടിക്കുവാൻ വെള്ളം തിളപ്പിക്കും, ജാതിക്കയുടെ തൊണ്ടി ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിലേക്കിട്ട് കൊടുക്കും. ഇങ്ങനെ തയ്യാറാക്കുന്ന വെള്ളത്തിന് ചെറിയൊരു പുളിപ്പ് അനുഭവപ്പെടാം. എന്നാൽ നമ്മുടെ ദഹനത്തിനും വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനും ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് ജാതിക്കയുടെ വെള്ളം. ജാതിക്കയുടെ തൊണ്ട് മാത്രമല്ല, ജാതിക്കയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളവും രുചിയിലും ആരോഗ്യത്തിനും സൂപ്പർ തന്നെയാണ്. ഇതിനായിട്ട് 2-3 ഇലകൾ എടുക്കാം. ഇവ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളത്തിലേക്കിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വെള്ളം നമുക്ക് വാങ്ങി വയ്ക്കാം. ഇങ്ങനെ തിളപ്പിച്ച് വെച്ച വെള്ളം ഇടയ്ക്കിടെ കുടിക്കുന്നത് നമുക്ക് വയറ്റിലുണ്ടാകുന്ന ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുന്നതിനും വയറ്റിളക്കം പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിനുമൊക്കെ സഹായിക്കും. ഇനി അടുത്തത് ഏലക്ക വെള്ളമാണ്. ഏതൊരു പലഹാരം ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നമ്മൾ ചില ഭക്ഷണങ്ങളിലും ചായയിലുമൊക്കെ ഏലക്ക ഇട്ടാൽ അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനവും ഏലക്ക തന്നെയാണ്. ഈ ഏലക്ക പലഹാരങ്ങളിലും പായസത്തിലും ബിരിയാണിയിലും മാത്രമല്ല നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുന്ന വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നമുക്ക് കുടിക്കാം. രുചിയിൽ മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിനും ഇതേറെ മെച്ചപ്പെട്ടതാണ്. ഏറ്റവും അധികം ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ശരീരത്തിലെത്തുന്നത് നല്ലതാണ്. കൂടാതെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിനുമൊക്കെ ഏലക്ക വെള്ളം കുടിക്കുന്നത് സഹായിക്കും. അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി ഉയർത്താനും ഇത് ഏറെ സഹായിക്കും. ഭാരം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ വെള്ളം അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഏറെ നല്ലതാണ്. കാരണം ശരീരത്തിലെ അമിതമായിട്ടുള്ള കൊഴുപ്പിനെ നീക്കാനായിട്ടും ഈ വെള്ളം നമ്മളെ സഹായിക്കും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണത്തിൽ ചേർക്കാനാണെങ്കിലും വെള്ളം തിളപ്പിക്കാനാണെങ്കിലും ഏലക്ക എടുക്കുന്ന സമയത്ത് നന്നായിട്ട് വൃത്തിയായിട്ട് അത് കഴുകിയിട്ട് മാത്രം ഉപയോഗിക്കുക. പലതരത്തിലുള്ള കീടനാശിനികളും ഉപയോഗിച്ചതിന് ശേഷമാണ് ഏലക്ക നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഹാരത്തിലേക്ക് അത് ചേർക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രമേ അത് ആഹാരത്തിലേക്ക് ചേർക്കാവുള്ളൂ. ഇനി അടുത്തത് ഉലുവാവെള്ളമാണ്. ഉലുവ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും അതിൻ്റെ കയ്പായിരിക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പ്രത്യേകിച്ച് നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരോ ഷുഗർ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ വീട്ടിൽ തയ്യാറാക്കേണ്ടതാണ് ഉലുവാവെള്ളം. അതിനായിട്ട് അല്പം ഉലുവ എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ കുടിക്കാനായിട്ട് തയ്യാറാക്കുന്ന വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാം. പിന്നീട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് അതിനകത്ത് കിടന്ന് നന്നായിട്ട് കുതിർന്ന് വരും. ഈ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നതിലൂടെ പ്രമേഹം മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് അനുഭവപ്പെടുന്ന ചൂട് കുറയ്ക്കാനായിട്ടും ബോഡി നന്നായിട്ട് കൂളാക്കാനായിട്ടും ഒക്കെ ഇത് സഹായിക്കും. ഇത് കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരം ചൂടായിട്ടുണ്ടാകുന്ന മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ടും സഹായിക്കും. മാത്രമല്ല ഈ വെള്ളം കുടിക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും അതേപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു പരിഹാരമാണ് ഉലുവ വെള്ളം. നമ്മൾ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് ഒരു ഗ്ലാസ്സിൽ അല്പം വെള്ളം എടുത്ത് അതിനുള്ളിലേക്ക് ഉലുവ ഇട്ട് വെച്ചിട്ട് രാവിലെ ആ വെള്ളം കുടിക്കുന്നതും ഷുഗർ പേഷ്യൻസിന് അവരുടെ ഷുഗർ നോർമലായിട്ട് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തത് കറുവപ്പട്ട വെള്ളമാണ്. ചിലർ ചായ ഉണ്ടാക്കാനും അതുപോലെ തന്നെ മസാലക്കൂട്ടിലേക്കും ബിരിയാണിയിലേക്കും ഒക്കെ പ്രധാനപ്പെട്ട ചേരുവയായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് കറുവപ്പട്ട. ഈ കറുവപ്പട്ടയും ദിവസേന നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. വെള്ളത്തിന് നല്ല രുചി കിട്ടുന്നതും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം കൂട്ടുന്നതിനും നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നതിനും ഒക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ലെവൽ കുറച്ച് നല്ല ആരോഗ്യത്തോടെ നിലനിർത്താനായിട്ടും ഇത് സഹായിക്കും. അപ്പോൾ ഇങ്ങനെ കറുവപ്പട്ട വെള്ളം തിളപ്പിക്കാനായിട്ട് നമ്മൾ ഒരു പാത്രം വെള്ളം എടുത്ത് തിളപ്പിക്കാനായിട്ട് വെക്കുന്ന സമയത്ത് ഒരു ചെറിയ പീസ് കറുവപ്പട്ട മാത്രം അതിനുള്ളിലേക്കിട്ട് ഇങ്ങനെ തയ്യാറാക്കിയെടുത്താൽ മതിയാവും. ഇനി അടുത്തത് തുളസി വെള്ളമാണ്. തുളസി വെള്ളം ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല. കാരണം പണ്ട് കാലം മുതലേ നമ്മൾ മിക്കവരുടെയും വീടുകളിൽ തിളപ്പിച്ചിട്ടുള്ളതാണ് തുളസി വെള്ളം. കഫക്കെട്ട്, പനി എന്നിവയ്ക്കെല്ലാം ഉത്തമ പരിഹാരമായിട്ട് നമുക്ക് ഈ തുളസി വെള്ളം ഉപയോഗിക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എത്രത്തോളം തുളസി നമുക്കതിലേക്ക് ചേർക്കാം അത്രത്തോളം നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് തുളസി വെള്ളം. പണ്ടൊക്കെ എല്ലാ വീടുകളിലും തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ മിക്ക വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോഴും മിക്കപ്പോഴും നമുക്ക് തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ പനിയുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയത്ത് മാത്രമാണ് നമ്മൾ ചൂടുവെള്ളം ആവശ്യപ്പെടുന്നെങ്കിൽ പോലും ചില വീടുകളിൽ അവർ പറയാറുണ്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാറില്ല എന്നുള്ളത്.